ഏതായാലും സർക്കാർ രൂപീകരണ ചർച്ചകൾ തുടരുന്നതിനിടെ തൃശൂർ നിയുക്ത MP സുരേഷ് ഗോപിയെ പാർട്ടി നേതൃത്വം ദില്ലിയിലേക്ക് വിളിപ്പിച്ചു. വൈകിട്ട് 6 മണിക്ക് എത്താനാണ് നിർദ്ദേശം. തൃശ്ശൂർക്കാരെന്നെ ഇന്ന് ഡൽഹിയിലേക്ക് പറഞ്ഞയക്കുകയാണ്. അപ്പോൾ ആ വിശദീകരണം എന്ന് പറയുന്നത് ആത്മാർത്ഥമായിട്ട് ഞാൻ പറയുന്നതാണ്. ആ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യുന്ന ഒരു നടപടിയും എൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവില്ല. പക്ഷേ എൻ്റെ പാർട്ടിയുടെ ഉത്തരവാദിത്വം, എൻ്റെ പാർട്ടിയുടെ അവരുടെ നിശ്ചയം അതിനെ ഞാൻ നിഷേധിക്കില്ല. പക്ഷേ ഞാൻ എൻ്റെ സ്റ്റാൻഡ് ഞാൻ അവിടെ വ്യക്തമാക്കും. എൻ്റെ 2 നേതാക്കളും അത് തീർച്ചയായിട്ടും ഉൾക്കൊള്ളും എന്ന് പറയുന്ന ആത്മവിശ്വാസത്തിൽ ഞാൻ ഡൽഹിയിലേക്ക് പോകും. പക്ഷേ ഏറ്റെടുത്ത ഉത്തരവാദിത്വത്തിന് ഇത് അനിവാര്യതയാണ്. എൻ്റെ നേതാക്കൾ എന്നോട് പറയുന്നത് ഞാൻ അനുസരിക്കും. പക്ഷെ ഞാൻ എൻ്റെ ഒരു എന്താണ് എൻ്റെ ഇംഗിതം എന്ന് ഞാൻ അവിടെ അടിയുറച്ചു നിന്ന് അവരുടെ മുമ്പിൽ അവതരിപ്പിക്കും. ജേസൺ ജാമോളപ്പൽ, ജേസൺ, ആദ്യഘട്ട സത്യപ്രതിജ്ഞയിൽ സുരേഷ് ഗോപിയുടെ പ്രാതിനിധ്യം, മന്ത്രിസഭ പ്രാതിനിധ്യത്തെക്കുറിച്ച് ഇനി സംശയങ്ങൾ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. പക്ഷേ ആദ്യഘട്ട സത്യപ്രതിജ്ഞയിൽ തന്നെ സുരേഷ് ഗോപി ഉണ്ടാകുമോ എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ആദ്യഘട്ടത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുക കേന്ദ്ര മന്ത്രിമാരാണ്, ക്യാബിനറ്റ് മന്ത്രിമാരാണ്. നികേഷ് കുമാർ, തീർച്ചയായും സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട് ഇന്ന് ഡൽഹിയിലേക്ക് വരണമെന്ന് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അല്പസമയത്തിനകം തന്നെ സുരേഷ് ഗോപി ഡൽഹിയിലേക്ക് പുറപ്പെടും. 6 മണിക്ക് എത്താനാണ് പറഞ്ഞിരിക്കുന്നത്. കേന്ദ്രമന്ത്രി പദവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചത് താൻ പെട്ടെന്ന് കേന്ദ്രമന്ത്രി പദം ഏറ്റെടുക്കാൻ തയ്യാറല്ല, പക്ഷേ പാർട്ടി നേതൃത്വം എന്ത് ആവശ്യപ്പെടുന്നു അത് ചെയ്യാൻ താൻ ബാധ്യസ്ഥനാണ് എന്നതാണ്. അതായത് പാർട്ടി ആവശ്യപ്പെട്ടാൽ കേന്ദ്രമന്ത്രി സ്ഥാനം ഏറ്റെടുക്കുമെന്ന സൂചന തന്നെയാണ് അദ്ദേഹം ഇന്ന് നൽകിയിരിക്കുന്നത്. തനിക്ക് സിനിമകളൊക്കെ ചെയ്യേണ്ടതുണ്ട്, അതുകൊണ്ട് ഒരല്പസമയം തനിക്ക് വേണമെന്നതാണ് സുരേഷ് ഗോപി പ്രധാനമായും നേരത്തെ തന്നെ പറഞ്ഞു വരുന്നത്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് കേരളത്തിൽ നിന്ന്, പ്രത്യേകിച്ച് തമിഴ്നാട്, കേരളത്തിൽ നിന്നുമായി ഒരൊറ്റ BJP MP മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ കേന്ദ്രമന്ത്രി സ്ഥാനം എന്നത് ആദ്യഘട്ടത്തിൽ തന്നെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഏകദേശം ഉറപ്പായിട്ടുണ്ട്. അദ്ദേഹം ചില അഭിപ്രായ വ്യത്യാസങ്ങൾ പറയുന്നുണ്ടെങ്കിൽ പോലും പാർട്ടി ആവശ്യപ്പെട്ടാൽ ആ നടപടിയിലേക്ക് കടക്കുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിരവധി മറ്റു വിഷയങ്ങൾ, തൃശ്ശൂരുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങൾ അദ്ദേഹം സംസാരിക്കുന്നുണ്ടായി. തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ടാണ് അതിൽ പ്രധാനമായുള്ള തൃശ്ശൂർ പൂരം നടത്തിപ്പിന് പ്രത്യേക സംവിധാനം ഉണ്ടാക്കുമെന്ന് അദ്ദേഹം പറയുന്നു. അതോടൊപ്പം തന്നെ നിലവിലെ കമ്മീഷണറെയും കളക്ടറെയും തൽസ്ഥാനത്ത് നിർത്തണം, അവരെ മാറ്റേണ്ടതില്ല, മാറ്റാതെ അവരെ കൊണ്ട് തന്നെ ഈ പൂരം വൃത്തിയായി നടത്തിപ്പിച്ച് കാണിക്കണം എന്നതാണ് അദ്ദേഹം ഇന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത്തരത്തിൽ തൃശ്ശൂർ മെട്രോ നീട്ടുന്നതുമായി ബന്ധപ്പെട്ട അടക്കമുള്ള വികസന കാര്യങ്ങളെല്ലാം സംസാരിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം രാഷ്ട്രീയം സംസാരിച്ചിരുന്നു. ഏതായാലും ഇന്ന് ഡൽഹിയിലേക്ക് പോയി മടങ്ങുമ്പോൾ കേന്ദ്രമന്ത്രി പദം സംബന്ധിച്ച ഒരു അന്തിമ തീരുമാനം ഉണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് അദ്ദേഹത്തെ വിളിപ്പിച്ചിരിക്കുന്നത്. മറ്റൊന്ന് അതിനുള്ള ഉപോത്പലകമായി പ്രധാനമായുള്ളത് തമിഴ്നാടും കേരളവും ഒന്നിച്ച് എടുത്താൽ ഒരൊറ്റ BJP MP മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പ്രസക്തി വർദ്ധിക്കുകയാണ്. നികേഷ്.